ബ്രോ, യെസ് ബ്രോ. ഓണമൊക്കെ വരെയല്ലേ? യെസ്. അപ്പൊ ഈ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറി എല്ലാം ഉണ്ടോ? പിന്നെ ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഓണത്തിൻ്റെ സാമ്പിളുകൾ വന്നതാണ് ഇതെല്ലാതും. നമുക്ക് ഇതല്ലാണ്ട് ഒരുപാട് ഡിസൈൻസ് ഇനി വരാനുണ്ട്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത് അമ്മയ്ക്ക് നേരിയ സാരിയുടെ ഒപ്പാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് പാലക്കമാലയിൽ 20 സ്റ്റോൺസിൻ്റെയും അതുപോലെ തന്നെ പാലക്കയിൽ തന്നെ 40 സ്റ്റോൺസിൻ്റെയും വരുന്നതാണ്. ഇതിൻ്റെ തന്നെ സെയിം നമുക്ക് നാഗപടത്തിലും അവൈലബിൾ ആണ്. നാഗപടത്തിൻ്റെ തന്നെ 10 സ്റ്റോൺസ് മുതൽ നമുക്കൊരു 60 സ്റ്റോൺസ് വരെ ഉള്ളത് അവൈലബിൾ ആണ്. ഇതിൽ 2 പാറ്റേൺസ് എല്ലാത്തിലും വരും കേട്ടോ. ഒന്ന് നമുക്കിങ്ങനെ സ്റ്റോൺസ് വെച്ച് വരുന്നതും രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്കിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ സിംഗിൾ പെൻഡൻ്റ് പോലെ കിടക്കണം, അധികം വലിയത് വേണ്ട, സിമ്പിളാണെങ്കിൽ നമുക്ക് പാലക്കയുടെയും മാങ്ങയുടെയും എല്ലാത്തിൻ്റെയും സിംഗിൾ സംഭവങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അപ്പോൾ അതല്ലാണ്ട് നമുക്കൊരു മുല്ലമുട്ടുമാല വേണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കാശുമാലയിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇത് കാശുമാലയുടെ വലിയൊരു മാലയാണ്. അപ്പോൾ ഇനി കാശിൻ്റെ തന്നെ നമുക്ക് ചെറിയൊരു മാല വേണമെങ്കിൽ അതുണ്ട്. ഈ കാശിൽ നമുക്കിങ്ങനെ ഫ്ലവറും അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോൺസ് വരുന്ന ഓപ്ഷൻസ് നമുക്കുണ്ട്. അതല്ലാണ്ട് മുല്ലമുട്ടുണ്ട്. പിന്നെ ഇത് സിംഗിൾ പെൻഡൻ്റ് ആയിട്ട് വരുന്ന കാശുമാലയാണ്. പിന്നെ ഇത് പാലക്കയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ചോക്കറാണ്. ഈ ചോക്കർ എന്തായാലും ഈ ചോക്കറും ഈ മാലയും പിന്നെ ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് എപ്പോഴും കാണുന്നത്. ഈ ഡിസൈൻസൊക്കെ എന്തായാലും ഓണത്തിന് നല്ലൊരു ഹിറ്റാവുമെന്ന് ഉറപ്പാണ്.